പ്രിയങ്ക ഗാന്ധി എം പി പോയതിന് പിന്നാലെ കോഴിക്കോട് DCC ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. എം പിയുടെ സന്ദർശന വേളയിൽ ചിലരെ മാറ്റി നിർത്തി എന്നാരോപിച്ചാണ് തർക്കം. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. അതുണ്ടാക്കിയ നാണക്കേടുമൊന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്താണ് സംഭവിച്ചത്? നേതാക്കൾ പറയുന്നത് എന്താണ് മിഥില? ശ്രീജിത്ത്, ഈ DCC ഓഫീസിന്റെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു അവിടെ വലിയ രീതിയിലുള്ള ഒരു തിക്കും തിരക്കുണ്ടാവുകയും പിന്നീട് KPCC കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കേണ്ട സമയത്ത് നേതാക്കളും പ്രവർത്തകരും സ്വീകരിക്കേണ്ട ഏതെല്ലാം തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ഉൾപ്പെടുത്തിയ ഒരു മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതേ DCC ഓഫീസിന്റെ മുറ്റത്ത് വെച്ച് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധി പരിപാടിക്ക് അല്ലെങ്കിൽ പുതിയ DCC ഓഫീസിലെത്തുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. തിരിച്ചു പോയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. കുറച്ച് പ്രവർത്തകരെ അല്ലെങ്കിൽ കുറച്ച് നേതാക്കളെ മാത്രം അകത്തു കയറ്റി എന്ന് പറഞ്ഞായിരുന്നു ഇത്തരത്തിലുള്ള ഒരു തർക്കമുണ്ടായത്. കുറച്ച് സമയം ഈ ഒരു തർക്കം നീണ്ടു നിന്നു. വാക്കേറ്റം, ചെറിയ രീതിയിലുള്ള കയ്യാങ്കളിയെല്ലാം അവിടെ ആ DCC ഓഫീസ് മുറ്റത്തുണ്ടായി. പിന്നീട് മുതിർന്ന നേതാക്കൾ എത്തിയാണ് ഈ ഒരു പ്രശ്നം പരിഹരിച്ചത്. എന്തുതന്നെയാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ DCC കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന സമയത്താണ് തിക്കും തിരക്കിലും പെട്ട് KPCCക്ക് ഒരു മാർഗനിർദ്ദേശം എന്തെല്ലാം ഇത്തരത്തിൽ ഉദ്ഘാടന സമയത്തെല്ലാം നേതാക്കൾ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ പ്രവർത്തകർ സ്വീകരിക്കേണ്ടത് ഏതെല്ലാം തരത്തിലുള്ള പെരുമാറ്റമായിരിക്കണം ഇവരുടെ ഭാഗത്തുണ്ടായത് എന്ന തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശമെല്ലാം പുറപ്പെടുവിക്കേണ്ടി വന്നതും ഈ ഒരു DCC കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. അതേ DCCയുടെ മുറ്റത്ത് വെച്ചാണ് ഇത്തരത്തിൽ നേതാക്കൾ തമ്മിൽ പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. ശരി, പ്രിയങ്ക ഗാന്ധി എം പിയുടെ സന്ദർശന വേളയിൽ ചിലരെ മാറ്റി നിർത്തി, അവർക്ക് വേണ്ട പരിഗണന നൽകിയില്ല എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടാണ് പ്രവർത്തകർ തമ്മിൽ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന നില ഉണ്ടായത്.